രണ്ടുപേരും ഇവരെല്ലാം ഭയങ്കര അഹങ്കാരമാണ്, ധിക്കാരമാണ്. മാങ്കൂട്ടത്തിൻ്റെ ഒരു പ്രസംഗമാണ്. എടാ വിജയ ആരാണെന്നറിയാം? കേരളത്തിലെ മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്യുകയാണ്. ആര് ഇത്തരം തോന്നിവാസങ്ങൾ കാണിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങളോട് മറുപടി പറയും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേമത്ത് അമിത് ഷാ മത്സരിക്കട്ടെ, കഴക്കൂട്ടത്ത് രാജ്നാഥ് സിംഗ് മത്സരിക്കട്ടെ. അപ്പം അങ്ങനെ ആളിൻ്റെ പേര് പറഞ്ഞെന്ന് CPM-ന് ഇടതുപക്ഷത്തെയും ഭയപ്പെടുത്താൻ ശ്രമിക്കുകയൊന്നും വേണ്ട. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പലയിടത്തും വളരെ നേരത്തെ തന്നെ ഓണാഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പലരും ഓണം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനായി പലരും പല വീഡിയോസും പല റീൽസുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നു. വലിയ രീതിയിലുള്ള ആകർഷകമായ പല വീഡിയോസും ഇതിനോടകം തന്നെ കയ്യടി നേടിയും കഴിഞ്ഞു. ഇതിനിടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ ഓഫീസും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും ഒക്കെ ചേർന്നുണ്ടാക്കിയ ഒരു റീൽസ് അത് വലിയ രീതിയിലാണ് വൈറലായിരിക്കുന്നത്. എന്തായാലും ഇന്ന് വാക്കുമറുവാക്കിൽ കുറച്ച് ഓണാഘോഷവും കുറച്ച് രാഷ്ട്രീയവുമൊക്കെ ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് മന്ത്രി V. ശിവൻകുട്ടി തന്നെയാണ്. നമസ്കാരം മിനിസ്റ്റർ. നമസ്കാരം. സ്റ്റാഫും എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ റീൽസ് അത് അതൊരു പുതിയൊരു ഐറ്റമായിരുന്നു. ഒരു ശരിക്കും ഒരു ഓണത്തിൻ്റെ ഒരു വൈബൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നൊരു സാധനമായിരുന്നു. എല്ലാവരും വലിയ രീതിയിൽ തന്നെ അത് സ്വാഗതം ചെയ്തിരിക്കുകയാണല്ലോ. അത് സ്വാഭാവികമായിട്ടുണ്ടായ ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഓഫീസ് ഒരു വളരെ ഐക്യത്തോടു കൂടി പോകുന്ന ഒരു ഓഫീസാണ്. എല്ലാവരും കൂടെ കുടുംബ സമേതം യാത്രയ്ക്ക് പോകാറുണ്ട്, ടൂറിന് പോകാറുണ്ട്, പ്രധാനപ്പെട്ട ദിനങ്ങൾ വരുമ്പോൾ ആഘോഷിക്കാറുണ്ട്. അങ്ങനെ ഒരു ഐക്യം പ്രവർത്തനത്തിലും ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് അവർ ഒരു ദിവസം മുഴുവൻ മത്സരമായിരുന്നു. കായിക മത്സരം, കലാമത്സരമൊക്കെ ആയിരുന്നു. ഞാൻ കുറേ സമയം ചെന്നിരുന്ന് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. മിനിസ്റ്ററുടെ ഒരു മൂഡോടുകൂടിയാണല്ലോ. അതെ, ഞാനും ഇത് ഇങ്ങനെ ഒരു ഗംഭീരമായി മാറുമെന്നുള്ള ഒരു ധാരണ ഒന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ സംശയമായിരുന്നു എന്തിനാണ് അവരിത് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം. അതിലിപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയ എന്നൊരു സത്യമായി മാറിയിരിക്കുകയാണല്ലോ. ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. അതിൽ വരുന്ന സംഭവങ്ങൾ, അതിൽ വരുന്ന ആഹ്വാനങ്ങൾ, റീൽസ്, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ അങ്ങനെയെല്ലാം ചെയ്യുന്ന ആൾക്കാർ ചെയ്യേണ്ടത് എന്താ? മറ്റുള്ളവർക്ക് ഇതേപോലെ സന്തോഷവും അവരുടെ മാനസിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കാനും ഒക്കെ ഉള്ള ഒരു വേദി ഒരുക്കണം എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും 100-ൽ ഒരു 40% മാറ്റാം. ഒരു 60% വ്യക്തിപരമായ ആക്ഷേപവും വ്യക്തിപരമായ കുടുംബത്തെ ആക്ഷേപിക്കലും, ഇല്ലാത്ത കാര്യങ്ങൾ പച്ചന്നുണ പറയുകയും എന്നിട്ട് അതിനൊരു പ്രചരണം കൊടുക്കുകയും എന്തിന് അസുഖത്തെ പോലും വെച്ച് കളിക്കുന്നവരാണ്. അപ്പോൾ എനിക്കൊരു അസുഖം ഇടയ്ക്ക് വന്നിരുന്നു. ഈ കൈയുടെ ഒരു ചെറിയൊരു വിറയലിൻ്റെ ഒരു അസുഖം. അപ്പോൾ കുറഞ്ഞു, മാറി, പൂർണ്ണമായും. അതിനെപ്പോലും കളിയാക്കി പോസ്റ്റ് ഇട്ടവരുണ്ട്. അത്ര മനസ്സാക്ഷിയില്ലാത്തവരാണ്. പിന്നെ ഇത്തവണ എന്താണ് ഓണം ഒരു ആഘോഷം എവിടെയാണ്? തിരുവോണത്തിനും ഉത്രാടത്തിനൊക്കെ ഇപ്പോൾ മിനിസ്റ്റർ ആയതുകൊണ്ട് തിരക്കായതുകൊണ്ട് എന്തായാലും തലസ്ഥാനം വിട്ടുപോകാൻ എന്തായാലും പറ്റില്ലല്ലോ. ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് തന്നെയാണ്. ഈ ഓണത്തിനൊരു പ്രത്യേകതയല്ലേ, ഇന്ന് കുടുംബത്തിലൊരു പുതിയൊരു മെമ്പറും കൂടി വന്നൊരു ഓണം കൂടിയാണല്ലോ. എൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു. മരുമകൾ ഡൽഹിയിലാണ്, മകനും ഇവിടെ ഇല്ല, അവൻ ബാംഗ്ലൂരാണ്. തിരുവോണത്തിനപ്പോൾ ഒരുമിച്ച് കൂടുന്നില്ല. തിരുവോണത്തിന് മകൻ വരും, മകൾ വരാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു. അവൻ്റെ റിസർച്ചിൻ്റെ പേപ്പർ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ടൈമാണ്. അപ്പം അങ്ങനെ അതിനു വേണ്ടി പോയിരിക്കുക. അവൻ ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ ആണ് ഇപ്പോൾ റിസർച്ച് ചെയ്യുന്നതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അയ്യപ്പ സംഗമം, ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്താനായി സർക്കാർ മുന്നോട്ട് വരുന്നു. ഈ ഒരു സമയത്ത് അയ്യപ്പ സംഗമവുമായി സർക്കാർ പോകുന്നത് ദുഷ്ടലാക്കോടുകൂടിയെന്നാണ് ഇപ്പോഴും BJP പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒരു ദുഷ്ടലാക്കുമില്ല. കേരളത്തിലുള്ളവരൊന്നും അത്ര മണ്ടന്മാരൊന്നുമില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയിൽ വിശ്വാസികളുണ്ട്, വിശ്വാസികളല്ലാത്തവരുമുണ്ട്. അപ്പോൾ നിഷ്പക്ഷമായി ഒരു അന്വേഷണം അല്ലെ ഒരു പഠനം നടത്തിയാൽ കേരളത്തിൽ ഏത് ഗവൺമെൻറ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഈ അമ്പലങ്ങളെ സംരക്ഷിക്കുവാനും അമ്പലങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം കൊടുത്തതെന്നും വ്യക്തമാണ്.
LDF ഭരിച്ചിരുന്ന കാലത്ത് മാത്രമാണ്. ഏറ്റവും കൂടുതൽ കാശ് ശബരിമലയിൽ ചെലവഴിച്ചിട്ടുള്ളത് LDF ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ വന്ന് പോകുന്ന ശബരിമല ശ്രീശാസ്താവിൻ്റെ പേരിൽ ഒരു അന്തർദേശീയ സമ്മേളനം ചേരുന്നതിൽ ഒരു തെറ്റുമില്ല, അതിനൊരു ദുഷ്ടാക്കവുമില്ല. അതൊന്നും വോട്ട് ബാങ്കായിട്ട് ഞങ്ങൾ കാണുന്നില്ല. കേരളത്തിലും ഇന്ത്യയിലും അമ്പലങ്ങളെയും ദൈവങ്ങളെയും വോട്ട് ബാങ്കായിട്ട് കണ്ടുകൊണ്ട് ഉള്ള പ്രവർത്തനം നടത്തുന്ന ഏക പാർട്ടി BJP ആണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങളിവിടെ തടയും. അതെനിക്കൊന്ന് സ്വപ്നം കണ്ടതായിരിക്കും. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു ധാരണയും അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം ഏതാ BJPക്കാരൻ പറഞ്ഞു കൊടുത്തു തടയുമെന്ന് പറയാൻ വേണ്ടി. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തിൽ അയ്യപ്പൻ്റെ പേരിലൊരു സംഗമം നടത്താൻ വേണ്ടി തീരുമാനിച്ചാൽ BJP ദേശീയ അടിസ്ഥാനത്തിൽ വിചാരിച്ചാൽ പോലും അതിനെ തടയാൻ വേണ്ടി പറ്റില്ലല്ലോ. അതിനെ ഭക്തന്മാരും ഗവൺമെൻറ്റും ജനങ്ങളും ചേർന്ന് ചെറുക്കും. ഞങ്ങൾ വോട്ടിന് വേണ്ടിയൊന്നുമില്ല. അങ്ങനെ വോട്ടിന് വേണ്ടിയൊന്നും ഞങ്ങൾ ഒരു ദൈവങ്ങളെയും ഒരു അമ്പലങ്ങളെയും ഒരു വിശ്വാസത്തെയും ഉപയോഗിച്ചിട്ടേ ഇല്ല. ശബരിമല സീസണിലുള്ള സമയത്ത് ഒന്നും ചെയ്യാത്ത രീതിയിലൊരു അയ്യപ്പ സംഗമം ഈ സമയത്ത് സർക്കാർ നടത്തുമ്പോഴാണ് അതൊരു വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയാണെന്നൊരു ആരോപണം വരുന്നത്. ഈ സമയം നടത്തിക്കൂടെന്ന് ആര് പറഞ്ഞ് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഇപ്പോഴായിരിക്കും അതിനുള്ള ഒരു സമയവും സന്ദർഭവും എല്ലാം ഒത്തു കിട്ടിയത്. ഇന്ന സമയത്ത് നടത്തണം, ഇന്ന സമയം നടത്തിക്കൂടാന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ. BJP ധരിച്ചിരിക്കുന്നത് പോലെ ഒന്നും ഞങ്ങൾ ഈ വിശ്വാസത്തെ രാഷ്ട്രീയത്തെ കൂടി കലർത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളൊരു ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭ യോഗം തീരുമാനിച്ചിട്ട് ഒരു സംഗമം നടത്തുന്നതിന് വേണ്ടി സംഗമം നടത്തുന്നു. അത് വോട്ട് പിടുത്തമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. മന്ത്രിസഭാ യോഗം ചേർന്ന് ആലോചിച്ചെടുത്തൊരു തീരുമാനം തന്നെയാണ്. അത് തന്നെയാണ് മന്ത്രിസഭാ യോഗം തീരുമാനം തന്നെയാണ്. അത് ഇപ്പോഴായിരുന്നോ അതോ കുറച്ച് മുന്നേ തീരുമാനിച്ചത്? ഈ അടുത്ത കാലത്ത് തന്നെ തീരുമാനിച്ചതാണ്. മന്ത്രിസഭാ യോഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രി ഇത് നടത്താൻ വേണ്ടി പോകുന്നു. എല്ലാ മന്ത്രിമാരും ഈ സംഗമത്തിൽ പങ്കെടുക്കണമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ ക്ഷണിച്ചു. അതൊരു തീരുമാനമായി മാറുമല്ലോ. പിന്നീട് ഈ തീരുമാനം അതിനെന്തിനാ ഈ BJPക്കാരത്തിൽ ഉത്കണ്ഠപ്പെടേണ്ട കാര്യം എന്താ? ഇത്രയും തടയുമെന്നും ഞങ്ങൾ കിടന്ന് നിലവിളി വിളിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ BJPയുടെ മാത്രം ഒന്നും കുത്തകയൊന്നുമല്ല ഇവിടുത്തെ ദൈവങ്ങളും ആചാരങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം അതിനു വേണ്ടി അവർ കുത്തകയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം മന്ത്രിസഭയിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ഇത് ദേവസ്വം ബോർഡിനെ അറിയിച്ചു. ദേവസ്വം ബോർഡിനെ അറിയിക്കുമ്പോൾ അവരത് അംഗീകരിക്കുകയായിരുന്നു. അല്ല, ദേവസ്വം ബോർഡുകളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതീക്ഷ, ഒരു ആത്മവിശ്വാസവും എങ്ങനെയാണ്? ഇപ്പം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ടോട്ടൽ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നോക്കാമല്ലോ. ചില വാർഡുകളെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ വളരെ ശക്തമായ സ്വാധീനമുള്ള വാർഡുകളായിരിക്കാം. അല്ല, ഒരു സാധാരണഗതിയിലുള്ള വാർഡുകളുടെ ഒരു എണ്ണം എടുത്ത് നോക്കിയാൽ LDF മുന്നിലാണ്. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, അതുപോലെ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ നില മെച്ചപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം അത്രമാത്രം വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ. അപ്പോൾ ഓരോ വികസനവും നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം തന്നെ വീണ്ടും വരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ. തിരുവനന്തപുരത്ത് പോലെ പ്രതിപക്ഷത്ത് ഇരിക്കുകയാണ്. വലിയ സ്വാധീനമുള്ളൊരു കോർപ്പറേഷനാണ് BJP സംബന്ധിച്ചോളം. തൃശ്ശൂർ നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ BJPയുടെ ഒരു സ്വാധീനം കണ്ടതാണ്. തൃശ്ശൂർ കള്ളവിട്ട്, തൃശ്ശൂർ മുഴുവൻ കള്ളവിട്ടാണ് എന്നുള്ളവരെ നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരം ഒരു കാരണവശാലും BJPക്ക് ഭൂരിപക്ഷം കിട്ടുന്ന പ്രശ്നമേ ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും LDFൻ്റെ മേയർ തിരുവനന്തപുരത്ത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാൻ മേയറായിരുന്ന ആളാണ്. 40 വർഷക്കാലമായി തിരുവനന്തപുരത്ത് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. അപ്പോൾ ഞാൻ മന്ത്രി എന്ന നിലയിൽ പറയുന്നതിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. കാരണം അത്രമാത്രം വികസന പ്രവർത്തനങ്ങളാണ് ഓരോ വാർഡുകളിലും നടന്നിരിക്കുന്നത്. അത് എല്ലാ രംഗത്തും ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാർഡിൽ ഒരു റോഡോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചില്ലറ പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ ലോകത്ത് എവിടെ ഉണ്ടാവുന്ന കാര്യമാണ്. ജനറലി ഒരു 3 ഡസൻ അവാർഡ് മറ്റുമല്ലേ കിട്ടിയത്.
എന്താ അവർ ഈ അവാർഡ് തന്നവരെല്ലാം മണ്ടന്മാരാണോ? അവർ വന്ന് ഇതെല്ലാം പരിശോധിച്ചിട്ട് എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ മാത്രമല്ലേ അവരിതിനെ പരിഗണിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ BJPക്ക് കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാൾ സീറ്റ് പിന്നെ പകുതി കുറയും. ഈ പകുതി കുറയും എന്ന് പറയുമ്പോൾ ആ പകുതി ഇവർക്ക് നഷ്ടപ്പെടുന്ന പകുതി കോൺഗ്രസ് UDF നേടുമെന്നാണോ LDF തന്നെ അവിടെ കടന്നു കയറുമെന്നാണോ? UDFനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. UDF സീനിലില്ല. അപ്പോൾ BJPക്ക് പകുതിയിലേറെ സീറ്റും CPM അല്ലെങ്കിൽ LDF തന്നെ അവിടെ കടന്നുകയറ്റം ഉണ്ടാകും. ഉറപ്പായിട്ട് LDFന് കടന്നുകയറ്റം ഉണ്ടാവും. കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുകയും ഒരു സ്റ്റാർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോഴേ പ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേമത്ത് എന്ത് സ്റ്റാർ കാറ്റഗറിയാണ്? ആദ്യമായി നിയമമണ്ഡലം രൂപീകരിച്ച സമയത്ത് ശ്രീ O രാജഗോപാൽ അദ്ദേഹമാണ് മത്സരിച്ചത്. അദ്ദേഹം ആരായിരുന്നു? കേന്ദ്രമന്ത്രിയായിരുന്നു. പരാജയപ്പെട്ടു. ആകെ ഞാൻ പരാജയപ്പെട്ടത് ഒരു പ്രാവശ്യമാണ്, രാജഗോപാൽ സാറിനോട്. മൂന്നാമത്തെ പ്രാവശ്യം ജയിച്ചത് കുമ്മന രാജശേഖരൻ സാറിനോട് മത്സരിച്ച് ജയിച്ചു. അങ്ങനെ BJPക്ക് ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ടും ക്ലോസ് ചെയ്തല്ലോ ഞങ്ങൾ. കഴക്കൂട്ടത്ത് എന്തിന് പറയുന്നവർക്ക് ആഗ്രഹം പ്രകടിപ്പിക്കാം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ കേരളം BJP ഭരിക്കുമെന്ന്. 30 സീറ്റിന് മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന് പറഞ്ഞ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വില കൊടുത്ത് MLA-മാരെ മറ്റ് സംസ്ഥാനങ്ങളിൽ വാങ്ങുന്ന പോലെ കേരളത്തിൽ വാങ്ങാമെന്നുള്ളതാണ്. അത് നടക്കില്ലല്ലോ. അവർ കഴക്കൂട്ടമൊന്നും തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടമൊന്നും കുറേ നാളായിട്ട് പറയുന്നല്ലോ. നിയമം ഒരു പ്രാവശ്യം കൊണ്ട് ജയിച്ചെന്ന് പറയാം. പിന്നെ വട്ടിയൂർക്കാവെന്നെല്ലാം പറഞ്ഞത് എന്ത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? BJP 3 സ്ഥലത്തും ജയിക്കുന്ന പ്രശ്നമേ ഇല്ല. പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ BJP ഇപ്പോൾ കുറച്ച് കൂടുതൽ അവർക്ക് ആ ഒരു ബേസൊക്കെ കിട്ടി വരുന്നൊരു സമയമാണ്. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് നിയമസഭാ മണ്ഡല കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അവർ എത്രയിടത്ത് 1ാം സ്ഥാനത്താണ്, 2ാം സ്ഥാനത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിലവിലൊരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ BJP കേരളത്തിൽ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ ഒരു രീതിയാണ്, അത് കോൺഗ്രസിനൊരു രീതിയാണ്, BJPക്ക് ഒരു രീതിയാണ്, CPM-ന് ഒരു രീതിയാണ്. അവരെല്ലാ കാലഘട്ടത്തിലും കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാറുണ്ട്. ഇപ്പോഴും ചെലവഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓരോ വാർഡിലും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ BJP കേന്ദ്ര നേതൃത്വം എടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റുകൾ എടുത്തിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴക്കൂട്ടത്തും ജയിക്കാൻ വേണ്ടി പോകുന്നില്ല, നേമത്തും BJP ജയിക്കാൻ വേണ്ടി പോകുന്നില്ല, വട്ടിയൂർക്കാവും BJP ജയിക്കാൻ വേണ്ടി പോകുന്നില്ല. അത് ഞാൻ എപ്പോഴും നമ്മൾ ഇവിടെ വെച്ച് പറയുന്നു. ഇത്തവണ എന്ന് പറഞ്ഞാൽ 3 മുന്നണികൾക്ക് ഒരുതരം ജീവൻ മരണ പോരാട്ടമാണ്. 3 പേർക്ക്. ഞങ്ങൾക്ക് ഒരു ജീവൻ മരണ പോരാട്ടമില്ല. 3 സ്ഥലത്ത് ഞങ്ങൾ ഉറപ്പായിട്ട് ജയിക്കും എന്നുള്ള കാര്യം ഞങ്ങൾ അല്ല. പക്ഷേ BJP ഈ നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു. വട്ടിയൂർക്കാവ് K സുരേന്ദ്രൻ തന്നെ മത്സരിക്കാനായി രംഗത്തിറങ്ങുന്നു. പിന്നെ കഴക്കൂട്ടത്ത് V മുരളീധരൻ, അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ്, V മുരളീധരനായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയാവുക എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഈ 3 മണ്ഡലത്തും BJPയിലെ സംസ്ഥാന നേതൃത്വത്തിലെ ഏറ്റവും സമുന്നതരായ ഉന്നത നേതാക്കന്മാരാണ് നേരിട്ട് മത്സരിക്കുക. അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരം, ഈ 3 പേരുടെ സാന്നിധ്യം വരുമ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ BJPക്ക് അനുകൂലമായൊരു വികാരം സ്വാഭാവികമായി ഉണ്ടാകില്ലേ? അതിനെ എങ്ങനെയാണ് അതിജീവിക്കാൻ കഴിയുക? ഞാൻ പറയുന്നത് നേമത്ത് അമിത് ഷാ മത്സരിക്കട്ടെ, പിന്നെ നമ്മുടെ കഴക്കൂട്ടത്ത് രാജ്നാഥ് സിംഗ് മത്സരിക്കട്ടെ, നമ്മുടെ വട്ടിയൂർക്കാവ് വേറെ ആരെ മത്സരിപ്പിക്കാൻ നോക്ക്, അതേപോലെ ഒരു ദേശീയ നേതാവ് മത്സരിപ്പിക്കട്ടെ. ഞങ്ങൾക്കൊരു പ്രശ്നമേ ഇല്ല. അപ്പം അങ്ങനെ ആളിൻ്റെ പേര് പറഞ്ഞെന്ന് CPM-ന് ഇടതുപക്ഷത്തെയും ഭയപ്പെടുത്താൻ ശ്രമിക്കുകയൊന്നും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു അടിത്തറയുണ്ട്, താൽക്കാലികമായിട്ടുണ്ടായിട്ടുള്ളതല്ല. ചില അവസരങ്ങളിലൊക്കെ ചോർത്ത് പോയിട്ടുമുണ്ട്. വട്ടിയൂർക്കാവിലെല്ലാം പണ്ട് വർഷങ്ങളായി ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്, പിന്നെ ഇടയ്ക്ക് ഒരു തോൽവിയുണ്ടായി. അപ്പോൾ അത് വാർഡിൻ്റെ ഡിവിഷനിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നല്ല ആത്മവിശ്വാസമാണ്. തിരുവനന്തപുരം ജില്ലയിൽ 14-ൽ 14 സീറ്റും ഇടതുപക്ഷം ജയിക്കും. ഇവിടെ നേമത്ത് അടുത്ത തവണയും V ശിവൻകുട്ടി തന്നെ സ്ഥാനാർത്ഥിയായി ഉണ്ടാകുമെന്ന രീതിയിൽ ചില പ്രചാരണങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട്. അതെൻ്റെ പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ചാണ്. ഞാനിപ്പം ഒരുപാട് പ്രാവശ്യം ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ടല്ലോ. പഞ്ചായത്ത് പ്രസിഡൻ്റായി, മേയറായി, 3 പ്രാവശ്യം MLA ആയി, മന്ത്രിയായി, അങ്ങനെയൊക്കെ പാർട്ടി ഒരുപാട് പരിഗണന നൽകിയിട്ടുണ്ടല്ലോ. ഇനി കുറച്ച് പാർട്ടിയിലും പ്രവർത്തിക്കണമല്ലോ. പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് ചെയ്യാം. അല്ല, പാർട്ടി എന്തായാലും മത്സരിച്ചേ മതിയാവും. കാരണം ഈ നിയമമൊക്കെ നിർണായകമായി മണ്ഡലങ്ങളിലായി മാറുമ്പോൾ ശിവൻകുട്ടി അവിടെ മത്സരിച്ചാൽ മതി എന്നൊരു തീരുമാനം പാർട്ടി എടുക്കുകയാണെങ്കിൽ അങ്ങ് ഒരിക്കലും അങ്ങ് ഒഴിമാറില്ലല്ലോ. അല്ല, അത് ഞാൻ അപ്പോഴും എടുക്കാൻ കഴിയുന്ന തീരുമാനമാണ്.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണല്ലോ ലാസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ. എന്നാലും പാർലമെൻ്ററി രംഗത്ത് നിന്ന് ഇത് അവസാനമാണ്, ഇനിയില്ല, അങ്ങനെ ഒരു കടുംപിടുത്തത്തിലേക്കൊന്നും തൽക്കാലം ഇല്ല. അല്ല, അതൊക്കെ തീരുമാനം. ഇപ്പം ഞാനുണ്ടല്ലോ പാർലമെൻ്ററി രംഗത്താണല്ലോ, മന്ത്രി എന്നുള്ള നിലയിൽ ഏൽപ്പിച്ച ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിന് എത്രയോ ദിവസം സമയം കിടക്കുന്നു, ആ സമയത്ത് പാർട്ടി തീരുമാനം എടുക്കട്ടെ. മിനിസ്റ്റർ, ഈ 2026 LDF 3ാം തവണയും തുടർഭരണത്തിൽ വരുമെന്നൊരു കണക്കുകൂട്ടലാണ് നിങ്ങൾക്കുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ പ്രതിപക്ഷത്ത് UDFും BJPയും തമ്മിൽ വലിയൊരു മത്സരം ഉണ്ടാകുമോ? UDFും BJPയും തമ്മിൽ മത്സരം ഉണ്ടാവും. UDFിനകത്ത് മുന്നണി പൊളിയുമ്പോൾ നിങ്ങൾ CPM കണക്ക് കൂട്ടുന്നത് ഏത് രീതിയിൽ പൊളിയുമെന്നാണ്? അതായത് ആ മുന്നണിയെ നിലനിർത്തുന്ന അതിന്റെ നെടുന്തൂണെന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് പിന്നെ വരുമെന്നാണോ? ഇപ്പം തന്നെ UDFിനകത്ത് വലിയ അസ്വസ്ഥത ഉണ്ട്. BJPക്കകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർ വിചാരിക്കുന്ന പോലെ മറ്റേ UPയിലും പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വിചാരിക്കുന്ന പോലെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി കഴിയില്ല. ഉടനെയൊന്നും അവർക്ക് കഴിയാൻ വേണ്ടി പോകുന്നില്ല. കോൺഗ്രസ്സിലാണെങ്കിൽ തമ്മിൽ പിന്നെ രണ്ടുപേരും കൂടിയാൽ തല്ലെന്നുള്ള നിലയിലുള്ള കാര്യം നിൽക്കുകയാണ്. അത് കോൺഗ്രസ് ആണ്. പക്ഷെ മുന്നണി പൊളിയോ? UDF പൊളിയോ? മുന്നണിയിൽ നിൽക്കുന്നവർ പിന്നെ ഈ മുന്നണി നിന്നതുകൊണ്ട് യാതൊരു കാര്യമില്ലെന്നും പിന്നെ മുന്നണിയിൽ നിന്നാൽ നഷ്ടമേ ഉണ്ടെന്നുള്ള വിഷയമുണ്ടായ മുന്നണി നിൽക്കില്ലല്ലോ. പിന്നെ വേറെ എവിടെയായിരിക്കും അവർ പോകാനുള്ള സാധ്യത? അത് അവരാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ സാധ്യതയുള്ളവർ എന്താ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള നേതാക്കളാണോ ഉദ്ദേശിക്കുന്നത്? RSP ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, ഘടകകക്ഷികൾ. അതല്ല, അവർക്ക് ഏത് ഘടകകക്ഷികൾക്ക് വേണമെങ്കിലും അത് ഏത് മുന്നണി ചേരണമെന്ന് അവരാണല്ലോ നിശ്ചയിക്കേണ്ടത്. എന്തായാലും ഞങ്ങളിപ്പോൾ പ്രത്യേകിച്ച് ആരെയും ക്ഷണിച്ചിട്ടില്ല. പക്ഷെ വരുവാണെങ്കിൽ സ്വാഗതം ചെയ്യും. അല്ല, അത് ഞങ്ങളുടെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ഒക്കെ തീരുമാനിക്കേണ്ടതാണ്. എന്തായാലും UDF ആ സമയത്തേക്ക് പിളരുമെന്നൊരു പ്രതീക്ഷയിൽ കണക്കുകൂട്ടലിലോ ആണോ ഇടുന്നത്? UDF ഇപ്പോഴേ പിളർന്ന് നിൽക്കുകയാണ്. പിളർന്നതിന് രണ്ടായി തറയിൽ വീഴുന്നില്ല എന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് UDF. അവർ അണികൾ വിട്ടുപോകുന്നു, വനിതകൾ വിട്ടുപോകുന്നു, നേതാക്കന്മാരുടെ ഭാര്യമാർ പരസ്യമായി പ്രതികരിക്കുന്നു. അവർക്ക് ആർക്കും പുറത്തിറങ്ങാൻ വേണ്ടി പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. നിയമസഭാ സമ്മേളനത്തിൽ ഒരുപക്ഷെ സാങ്കേതികമായി പങ്കെടുക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. ഒരുപക്ഷെ പങ്കെടുക്കാൻ വരികയാണെങ്കിൽ എങ്ങനെയാകും CPMൻ്റെ ഒരു നിലപാട് എങ്ങനെയായിരിക്കും? അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. 15-ാം തീയതി നിയമസഭ ആരംഭിക്കുന്നു. അന്ന് രാവിലെ പാർലമെൻറ്റ് പാർട്ടി കൂടുകയുള്ളൂ. അപ്പോഴേ തീരുമാനിക്കുള്ളൂ. അദ്ദേഹത്തെ രാജിവെക്കണമെന്നുള്ള CPMൻ്റെ നിലപാട് ഇന്നും ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. കാര്യം വെച്ചാൽ ഇത് അപൂർവങ്ങളായി ഉണ്ടാവുന്ന പ്രശ്നമാണ്. ആ കുട്ടിയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന കാര്യം നമ്മളെല്ലാം കേട്ടതാണ്, നിങ്ങളെല്ലാം കേട്ടതല്ലോ. അങ്ങനെ ഒരിക്കലും പാടില്ലല്ലോ. കൊല്ലുമെന്ന് പറയല്ലോ, നിന്നെ കൊല്ലാൻ വലിയ പാടില്ല എന്ന് പറയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനസ്സുള്ളവൻ ഗോവിന്ദസ്വാമിയെ പോലും തോൽപ്പിക്കുന്ന പിന്നെ മനസ്സല്ലേ ഈ കക്ഷിയുടെ മനസ്സ്. അത്ര കേരളത്തിലെ ജനങ്ങൾ കുറച്ച് ദയവും കുറച്ച് സ്നേഹവും പ്രത്യേകിച്ച് സ്ത്രീകളോട് ബഹുമാനവും ഒക്കെ ഉള്ളവരാണല്ലോ. ഇയാളെ സഹായിക്കാൻ നിൽക്കുന്നവരോടും ഉള്ള സമീപനത്തിന് ഒരു മാറ്റം ഉണ്ട് കേരളത്തിൽ. കാരണം അതിൽ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലാണ്. ആ കുട്ടി നിഷേധിച്ചിട്ടില്ല, പക്ഷേ കേസ് കൊടുക്കാനൊന്നും പോയിട്ടുമില്ല. പക്ഷെ അപ്പോഴും കോൺഗ്രസ് പറയുന്നത് മറുഭാഗത്ത് CPM ഈ രീതി സംസാരിക്കുമ്പോൾ CPMൽ ഇതുപോലുള്ള ഈ രീതിയിൽ സമാനമായ ആരോപണം നേരിട്ട നേതാക്കൾക്കെതിരെ എന്ത് നടപടി എടുത്തു എന്നൊരു ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതെല്ലാം പാർട്ടിക്കകത്ത് നടപടി എടുക്കേണ്ട ആൾക്കാർ എടുത്തിട്ടുണ്ട്. പക്ഷേ അവരാരും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതേ നിലവാരത്തിലുള്ള കാര്യങ്ങളല്ല ഉണ്ടായിട്ടുള്ളത്. ഒരു പരാതി പോലും രേഖാമൂലം ലഭിക്കുന്നതിന് മുമ്പ് ഈ രീതിയിലൊരു നടപടി, സസ്പെൻഷൻ, പാർട്ടി ഫോറങ്ങളിലൊന്നും പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന ഒരു നിലപാട് കൈക്കൊള്ളുമ്പോൾ അതൊരു ആർജവത്തോടെ ഒരു തീരുമാനം. കാരണം ഏറ്റവും പ്രമുഖനായ ഒരു നേതാവാണ്. അത്രയും ആർജവത്തോടെ തീരുമാനമെടുക്കാനുള്ളൊരു ആർജവം അല്ലെങ്കിൽ അങ്ങനെ ഒരു കെട്ടുറപ്പ് കോൺഗ്രസിനല്ലാതെ വേറെ ആർക്ക് അവകാശപ്പെടാൻ പറ്റില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് തീർത്തും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അഭിപ്രായ പ്രകടനമാണ്. സസ്പെൻഷൻ എന്നൊരു നടപടിയൊന്നുമല്ലല്ലോ. അതൊക്കെ താൽക്കാലികമായിട്ടുണ്ടാകുന്ന ചില അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ന്യായമുണ്ടെന്ന് പറയാമായിരുന്നു. അപ്പോൾ കോൺഗ്രസ് പൂർണ്ണമായി പിന്നെ ഇതിന് യോജിക്കുന്നില്ലല്ലോ. ഈ മറുപടി തൃപ്തികരമല്ലെന്ന് ഡൽഹിയിലെ നേതാക്കന്മാരെല്ലാം പറയുകയാണല്ലോ അവരുടെ.
അപ്പോൾ അതെല്ലാം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വിഭാഗത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മറ്റ് നടപടിയിലെത്തിക്ക് കോൺഗ്രസ് പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അത് സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം ചില്ലറ മാറ്റമല്ല, കോൺഗ്രസ് ചിന്തിക്കുന്നവരുടെ മാറ്റം. നിയമസഭയിൽ രാഹുൽ വരുമ്പോൾ രാഹുലിനെ തടയാൻ CPM ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും മുകേഷ് MLA നിയമസഭയിൽ ഇല്ലേ എന്നൊരു ചോദ്യമാവും കോൺഗ്രസ് ഉയർത്തുക. അതിനെങ്ങനെ നിങ്ങൾ പ്രതിരോധിക്കും? മുകേഷ് MLAക്കെതിരായിട്ട് പരാതി കൊടുത്ത അതിൽ യാതൊരു പരാതി കഴമ്പുണ്ടെന്ന് പറഞ്ഞ് വേറൊരു കേസ് ജയിലിൽ കിടക്കുകയല്ലേ. അല്ല, ആ പരാതി അതിപ്പോഴാണ് ആ കേസ് വന്നത്. അങ്ങനെ പരാതി നിലനിൽക്കുന്ന ഒരു സമയത്ത് തന്നെ FIRയുടെ കേസ് എടുക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം നിയമസഭയിൽ വന്നിരുന്നു. അതും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസും രണ്ട് തന്നെയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ CPMന് നേരെ ഉയർത്തിയാലും അത് നിങ്ങൾ CPM പ്രതിരോധത്തിലാവുകയില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. പ്രതിരോധത്തിലാകുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഒരു മാതൃകാപരമായ നടപടി ഇത്തരം കേസുകളിൽ പാർട്ടി എടുത്തിട്ടുണ്ടായിരുന്നോ? ഞങ്ങളുടെ പാർട്ടി എല്ലാ നടപടികളും പുറത്തുവിടുന്ന നടപടികളില്ല. പാർട്ടിക്കകത്തൊക്കെ പല രൂപത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ആരുടെയെങ്കിലും ഉപദേശമനുസരിച്ചും ഏതെങ്കിലും മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ ഉപദേശം അനുസരിച്ച് നടപടി അല്ല. കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ, തീരുമാനം എടുക്കേണ്ടവരാണ്. ഒരുപക്ഷെ MLA സ്ഥാനം രാജിവെച്ചിരുന്നെങ്കിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നേനെ. ആ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി CPMനും തിരിച്ചടിയാകില്ലേ? ഒരു തിരിച്ചടിയാവില്ല. CPM പാട്ടും പാടി ചെയ്യും. അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? BJPക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ഉറപ്പിച്ച് പറഞ്ഞുകൂടാത്ത എന്താ? ഈ സ്ത്രീകളെല്ലാം കൂടെ തിരിഞ്ഞ് വോട്ട് ചെയ്താൽ UDF തകരൂല്ലേ? കഴിഞ്ഞ വർഷത്തെക്കാലം വോട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ? പക്ഷേ രണ്ടാം സ്ഥാനത്ത് അവിടെ BJP ആണ്. അതൊക്കെ രണ്ടാം സ്ഥാനത്ത് BJP. നമ്മൾ കേരളത്തിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് ഇരുന്ന CPM ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിലൊക്കെ കോൺഗ്രസ് അവരുടെ യൂത്തിൽ അല്ലെങ്കിൽ അടുത്ത രണ്ടാം നിര നേതാക്കളിൽ വളരെ പ്രതീക്ഷയോടെ വലിയ രീതിയിൽ പ്രതീക്ഷ പുലർത്തിയിരുന്ന നേതാക്കളാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്നുണ്ടായ വലിയ രീതിയിൽ ഗ്രാഫ് ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്ന് പെട്ടെന്ന് അതിനകത്ത് വലിയ രീതിയിലാണ് ആ ഒരു പ്രതിച്ഛായക്കൊക്കെ കളങ്കമുണ്ടായിരിക്കുന്നത്. ഇത് പൊതുവെ രാഷ്ട്രീയം അല്ലാതെ രാഷ്ട്രീയത്തിന് അതീതമായി ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്ത ഒരു പുതിയ തലമുറയിലേക്ക് വരുന്ന നേതാക്കൾ അല്ലെങ്കിൽ ഏറ്റവും യുവാക്കൾക്ക് ഈ ഒരു രീതിയിലുള്ളൊരു പ്രവണത ഉണ്ടാകുന്നു. ഇവരെല്ലാം ഭയങ്കര അഹങ്കാരമാണ്, ധിക്കാരമാണ്. അഹങ്കാരത്തിനും ധിക്കാരത്തിനും കയ്യും തലയും വെച്ചവരാ. ഞാൻ ഒരു ഉദാഹരണം പറയാം. മാങ്കൂട്ടത്തിൻ്റെ ഒരു പ്രസംഗമാണ്. എടാ വിജയ, ആരാണെന്നറിയാമോ? കേരളത്തിലെ മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്യുകയാണ്. ഇതൊക്കെയാണ് അവൻ്റെ എല്ലാ സംസ്കാരം എന്ന് പറഞ്ഞാൽ. ആളുകളെല്ലാം ഇത് കണ്ടും കേട്ടും ഇരിക്കുകയാണല്ലോ. ഞങ്ങളന്ന് ഒരിക്കലും ഉമ്മൻചാണ്ടി സാറിനെയോ AK ആന്റണി സാറിനെയോ K കരുണാകരൻ സാറിനെയോ അവരൊക്കെ ആയിരുന്നപ്പോഴൊക്കെ ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടാനും പരിചയപ്പെടാനും ഒക്കെ ഉള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും വിളിച്ചിട്ടില്ല. അപ്പോൾ എന്തും കാണിക്കാമെന്നും എന്തും കാണിച്ചാൽ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്നും അതെല്ലാം കേരളത്തിലെ ജനങ്ങളങ്ങ് എപ്പോഴും അങ്ങ് സഹിച്ചുകൊള്ളുമെന്നും അവർ ധരിച്ചിരിക്കുകയാണ്. അത് നടക്കില്ല എന്ന് കേരളം തെളിയിച്ച് കഴിച്ചിരിക്കുകയാണ്. ആര് ഇത്തരം തോന്നിവാസങ്ങൾ കാണിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങളോട് മറുപടി പറയും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാരെ വിചാരിച്ചാലും അവർ രക്ഷിക്കാനും പറ്റില്ല. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് CPM വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും ലോക്കൽ ബോഡി ഇലക്ഷനുമൊക്കെ വലിയ രീതിയിൽ പാർട്ടി മുന്നേറ്റം ഉണ്ടാകുമെന്ന കണക്കുകൂട്ടൽ തന്നെയാണ്. എന്തായാലും എല്ലാ ആശംസകളും, പ്രത്യേകിച്ച് ഓണത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസകളും മിനിസ്റ്റർക്കും കുടുംബത്തിനും അമൃത TV നേരുന്നു. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി.